പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് മഹത്വം, ബഹുമാനവും ആദരവും ഇന്നും എന്നും എല്ലായ്പ്പോഴും നമ്മളിലും പരിശുദ്ധ സഭയിലും ലോകത്തെമ്പാടും ഇരിക്കുമാറാകട്ടെ. 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ 5 അപ്പവും 2 മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വേദഭാഗം വായിച്ച് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എത്ര അപ്പവും? 7 അല്ലേ? 7 അപ്പവും മീൻ അവിടെ എഴുതിയിട്ടില്ല, അല്ലയോ? എത്ര മീനെന്നിൽ എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പം അത്രയും അപ്പവും മീനും എടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് 4000 അല്ലേ? പക്ഷേ അതിനു മുമ്പ് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കണം. പൈതങ്ങളും സ്ത്രീകളും. എന്തിനാ ഇത്രയും വ്യക്തമായിട്ടൊക്കെ ബൈബിൾ പറയുന്നത്? എന്നാൽ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് 50,000 പേരുണ്ടായിരുന്നു എന്നങ്ങ് പറഞ്ഞ പോലെ. അപ്പം അതിനെല്ലാം അർത്ഥമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പേർ. അവരെല്ലാം സുവിശേഷം കേൾക്കാൻ വന്നവരാ. അവരെല്ലാവരും കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരുന്നു, അല്ലേ? അവർ ഉറങ്ങിയൊന്നും ഒന്നും അവിടെ എഴുതിയിട്ടില്ല. എന്താണ്ട് നമ്മൾ ചിലരൊക്കെ ഇപ്പോഴും വന്നിരിക്കുമ്പോഴേ കോട്ടുവാ വിടും, അല്ലേ? 3 ദിവസം അവർ ഇരുന്നു. പക്ഷേ അതിന് കാണിക്കുന്ന എന്തുവാ? 1 മണിക്കൂർ വന്ന് കുത്തി ഇരുന്നിട്ട് ക്ഷീണിച്ചേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം. ഇറ്റ് ഈസ് എ ട്രാവൽ. ഇതൊരു സഞ്ചാരമാണ്, ഇതൊരു യാത്രയാണ്. ആ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് 2 മണിക്കൂർ വന്നിരിക്കുന്നത്, കുർബാന കൈക്കൊള്ളുന്നത്. എന്നാൽ ആ കുർബാന കൈക്കൊണ്ടിട്ട് ഈ ആലയത്തിന് പുറത്തേക്ക് പോകുമ്പോഴും യാത്രയാണ്. നമ്മൾ ദൈവികമായിരിക്കണം. ദൈവിക ചിന്തകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നവരായിരിക്കണം, നിയന്ത്രിക്കുന്നവരായിരിക്കണം. ആരാധന തുടർന്നുകൊണ്ടേയിരിക്കണം. സ്വർഗത്തിൽ നിന്ന് ആരാധിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഇതെല്ലാം കാണണം, പഠിക്കണം. എങ്ങനെയാ ചെയ്യുന്ന? അല്ല, അവിടെ ചെല്ലുമ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കത്തില്ല. ഓർത്തോണം. അപ്പോൾ ജീവിതം ഒരു യാത്രയാണ്, ഒരു സഞ്ചാരമാണ്. അതിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുന്നില്ല. മരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. നമ്മൾ മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ അവസാനമായിട്ട് കണക്കാക്കുന്നില്ല, അത് ജീവിതത്തിൻ്റെ അന്തമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മളെന്താ പറയുന്നത്? ഇവിടെ നിന്ന് വാങ്ങിപ്പോയി. ഈ ലോകത്തിലെ യാത്ര അവസാനിച്ച് പരലോകത്തിലേക്ക്, നിത്യമായ ലോകത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ശാരീരികമായി ഭൗതിക ലോകത്തിൽ ആ വ്യക്തിയെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഭക്ഷിച്ച് അത് ഉൾക്കൊണ്ട് അവർ ക്ഷീണിച്ചു. ഇനി ഇച്ചിരെങ്കിലും അവർക്ക് വല്ലതും ഈ ശരീരത്തിനും കൂടെ കൊടുക്കുക, ഭൗതിക ശരീരത്തിന്. അപ്പം കർത്താവ് അവരോട് മനസ്സലിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ജീസസ് ഹാഡ് കമ്പാഷൻ, അനുകമ്പ, ദയ, മനസ്സലിവ്, ആർദ്രത, കാരുണ്യം. അത് നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എത്രമാത്രം ഉണ്ട്? നിങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ പുരോഹിതൻ നിങ്ങൾക്ക് ഒത്തിരി നല്ലപോലെ അറിയത്തില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് മാറി നിന്നിട്ടും കണ്ടില്ലേ, ആ പുള്ളിയുടെ നടപ്പുണ്ട്, ഇന്നലെ വന്നതേ ഉള്ളൂ, ആ കൊള്ളാം, ഞങ്ങളൊരു പഠിപ്പിക്കുന്നുണ്ട്. ഇതല്ല നമ്മുടെ ചിന്ത. നിങ്ങൾ ചിന്തിക്കുന്ന ഞാൻ പറയല്ല, ഇങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ആർദ്രത. നമ്മൾ ഒരാളുടെ ഒരു കുഞ്ഞ് മണ്ടത്തരം തെറ്റ് കണ്ടാൽ ഉടനെ പിടിച്ച് 2 അടിയും കൊടുത്തിട്ട് ഞാനാണ് ലോകത്തിലേക്കും പരിശുദ്ധനും പറഞ്ഞു. നോ നോ. പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ സ്നേഹിക്കുന്നില്ല, അല്ല വെറുക്കുന്നു എന്നാ കർത്താവിനെ കുറിച്ച് നമ്മളെല്ലാം പ്രസംഗിക്കാൻ പറയുന്നത്. ആ സ്വഭാവത്തിൻ്റെ ആഴത്തിൽ ദൈവത്തെ പോലെ മനസ്സലിയുന്നൊരു സ്വഭാവം എന്നിലൊരു സഞ്ചാരിയായിട്ടുണ്ടാകണം.
അതാ എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയെങ്കിൽ കർത്താവ് തമ്പുരാൻ പോലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പത്രോസിനെ പറഞ്ഞു, ഹോപ്ഷാജ് അല്ലേ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. എന്തോ ഭയങ്കര ഒരു ശാസന അത്. അതും സാത്താൻ എന്നാണ് വിളിച്ചത്. പക്ഷേ ആ പുള്ളിയെ എടുത്ത് ദൂരെ കളഞ്ഞില്ല, ചവിട്ടോട്ട ഇട്ടില്ല. അവനെ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഈ സഞ്ചാരയാത്രയിൽ നമ്മുടെ മുകളിലുള്ളവരും നമ്മുടെ മൂപ്പന്മാരും ഒക്കെ മുതിർന്നവരൊക്കെ പറയും, നമ്മൾ കേൾക്കണം. അല്ല ഞാൻ വലിയ മിടുക്കനാ, എന്തോ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം കറക്റ്റെന്നും പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യരുത്, നീതീകരിക്കരുത്. അവർ പറയുന്നത് കേൾക്കണം. അതാ ആദരത, അതാ അനുകമ്പ, അതാ മനസ്സലിവ്, അതാ കരുണ. അതാണ് നമ്മുടെ കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പം ആഹാരം മാത്രമല്ല, അവിടെ ദൈവം തമ്പുരാൻ സകലത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി നമ്മെ സ്വീകരിക്കുന്നു. ദ ഹോൾ പേഴ്സൺ. നമ്മൾക്ക് ഉയർച്ച ഭൗതിക ലോകത്തിലും വരുന്നില്ല എങ്കിൽ അത് തമ്പുരാൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ വളരേണ്ടതുപോലെ, നമ്മൾ സഞ്ചരിക്കേണ്ടതുപോലെ, നമ്മുടെ ലക്ഷ്യബോധം നമ്മൾ നഷ്ടപ്പെടുത്താതെ ദിശ നമ്മൾ സൂക്ഷിച്ച് പോകുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഒരു മരം അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് തായ്വേരെപ്പോഴും പോയി വളരുന്നുവെങ്കിൽ അതൊരിക്കലും ഉണങ്ങിപ്പോകത്തില്ല, അതിൻ്റെ ഇല വാടാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്വഭാവത്തിൽ വളരണം. നമ്മൾ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠമായ ഗുണവിശേഷം, സ്വഭാവ ഗുണം നമ്മൾ ഏറ്റെടുത്ത് വളരണം ഈ യാത്രയിൽ. അപ്പം കർത്താവ് മനസ്സിലവ് തോന്നി, കാരുണ്യം നമ്മളിൽ വളരണം. മറ്റുള്ളവരെ കാണുന്നതിലും മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിലും, മറ്റൊരു വ്യക്തി ഒരു മണ്ടത്തരവും തെറ്റോ ചെയ്താൽ ആ വ്യക്തിയോടുള്ള സമീപനവും നമ്മുടെ കാഴ്ചപ്പാടും, ഞാനാണെല്ലാം പരിശുദ്ധൻ, ആ വ്യക്തി കൊള്ളത്തില്ല എന്ന് പറയുന്ന മനോഭാവങ്ങൾ മാറണം. മാറിയിട്ട് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ സതുപദേശത്തിലും ശിക്ഷണത്തിലും ആദരതയോടെ നടത്തുവാൻ, ശാസിക്കേണ്ടടുത്ത് സ്നേഹത്തോടെ ശാസിച്ച് ദിശാബോധത്തിൽ ആ വ്യക്തിയെ സൂക്ഷിക്കുവാൻ, നടത്തുവാൻ നമുക്ക് സാധിക്കണം. ആ സ്വഭാവമാണ് നമ്മളെല്ലാം വേണ്ടത്. അത് ബിഷപ്പിൻ്റെ മാത്രമല്ല, ഒരു പട്ടക്കാരനിൽ മാത്രമല്ല, എല്ലാവരും, ദൈവത്തിൻ്റെ മക്കളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. ഇനിയും നമ്മുടെ ഭൗതിക ലോകത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വലുതും കൊടുക്ക്, നിങ്ങൾ വലുതും കൊടുക്ക്. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിലും മിക്ക സഭകളിലും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം കാണിക്കുന്നവരാ പൊതുവെ. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൊരിന്ത്യർ ലേഖനത്തിലുള്ള വിശ്വാസികൾ നമ്മൾ അവിടെ കാണുന്ന എന്താ? അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്തോത്രാഴ്ച എടുത്ത് അവർ സഹായിച്ചു. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. സാധാരണമായി ജീവിക്കുക, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുക. പിന്നെയും ചരിച്ച് കൂട്ടുന്ന എൻ്റെ എന്നുള്ള സ്വഭാവമല്ല. നീ മറ്റുള്ളവന് കൊടുക്ക്. യു ഗിവ് സംതിങ് ടു ഈറ്റ്. നീ സുവിശേഷം പറയുക മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക മാത്രമല്ല, നിന്റെ കയ്യിലുള്ളത് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായിരുന്നാലും അത് മറ്റുള്ളവർക്ക് പങ്കിടുന്ന സ്വഭാവം, മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ച് ഒട്ടിപ്പിച്ച് നിർത്തി നമ്മൾ നിർത്തുന്ന സ്വഭാവം. നമ്മുടെ ഒരു വാക്കിക്കൂടെ നമ്മളെ മനുഷ്യനെ അകൽത്തി വിടാൻ നോക്കും. ഈ പുള്ളി ഇനി എൻ്റെ അടുക്കൽ അതും വരാതിരിക്കാൻ വേണ്ടി വളരെ സൂത്രത്തിൽ നമ്മൾ ചില ഭാഷങ്ങളും സംസാരങ്ങളും ചെയ്യും. ദാറ്റ് ഇസ് സിൻ. അത് പാപമാണ്. നീ മിടുക്കനല്ല, നീ പാപം ചെയ്യുകയാണ്. നിഷ്കളങ്കത, നിർമ്മലത എല്ലാത്തിലും ഉണ്ടായിരിക്കണം.
ഹൃദയശുദ്ധി എല്ലാത്തിലും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ആ വ്യക്തിയെയും വളർത്തുവാൻ, ബലപ്പെടുത്തുവാൻ, സഹായിക്കുവാൻ, യേശുവിനെ പോലെ ആക്കുവാൻ നമുക്ക് സാധിക്കണം. അതാ അവിടെ കാറ്റ് തരുന്നത്. പിന്നെ നമ്മളെല്ലാവരും പറയും, ഓ എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല. പള്ളി പായിടണമെന്ന് പറയുന്നു. ഇപ്പം പായിടാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്നില്ലേ, എന്താ പാട്ട് പാടാൻ എനിക്ക് കഴിവില്ല. ഇന്ന് കൊയർ അവിടെ നിന്ന് പാടിയല്ലേ, നിങ്ങളെല്ലാം വലിയ മിടുക്കന്മാരാ. അപ്പം കൊയറിൽ അച്ഛൻ ചോദിക്കുക, മക്കളെ കൊയറിൽ ഒന്ന് വരാമോ, അല്ലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാമോ, യൂത്ത് മീറ്റിങ്ങിലെ ലീഡറായിട്ട് ഇരിക്കാമോ, അല്ലെ ഒരു കുഞ്ഞ് പ്രസംഗം ചെയ്യാം. എനിക്ക് കഴിയത്തില്ല. എനിക്ക് പിന്നെ എന്നോത്തിനാണ് കഴിയുന്നു? ഒരു പാട്ട് പാടാൻ അറിയത്തില്ല, ഒരു കൊയറിൽ പോകാൻ അറിയത്തില്ല, പാവിരിക്കാൻ അറിയത്തില്ല. ഓ എനിക്ക് കഴിവൊന്നും ഇല്ല. പിന്നെന്തോ കഴിയാൻ വേണ്ടിയേ? ദൈവം ആരെയും ഒരു കഴിവും ഒരു താലന്തും കൊടുക്കാതെ ഈ ലോകത്തിൽ വിട്ടിട്ടില്ല. എവ്രി വൺ ഓഫ് യു. Now all these little my children, girls and boys, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവർക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, എൻ്റെ കഴിവെന്താ, ദൈവം എന്തോ താലന്ത്, എന്ത് കഴിവുകളെ തന്നാണ് എനിക്ക് ഈ ലോകത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളതെന്ന് ഇതിൻ്റെ തിരിച്ചറിവ് നമുക്കില്ല. നമ്മളത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ബിഷപ്പിനെ പോലെ ഇതെല്ലാം കൂടെ വരച്ചു വാരിയിട്ട് അങ്ങനത്തെ ഒരു ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു, അല്ലേ? കയറി നിന്ന് പ്രസംഗിക്കുന്ന രീതിയിലുള്ള ഒന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇപ്പം ഞാനൊരു വിരിച്ചാൽ ആര് കാണാൻ, തൂത്തുവാരിയാൽ ആര് കാണാൻ, അല്ലെ സ്തോത്ര കാഴ്ചയുടെ പാത്രം പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് അതെന്തോ ആര് കാണാൻ, അത് എത്ര പേർക്ക് ചെയ്യാം? നമ്മളങ്ങനെ നോ നോ നോ. എല്ലാം താലന്തുകളാണ്. തന്നിരിക്കുന്ന താലന്തുകളെ തിരിച്ചറിയാം. അല്ല നമുക്ക് ആകർഷണമായി തോന്നുന്നതിൻ്റെ പുറകെ പോയിട്ട് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത പോലെ ആവരുത്. എന്നിട്ട് ആ താലന്തുകളെ പരിപോഷിപ്പിക്കണം. കർത്താവ് എല്ലാവരെയും നല്ല താലന്തുകൾ കൊടുത്താൽ വിട്ടുള്ളത്. ഇനി നമ്മുടെ മലയാളികളൊന്നും ചിരിക്കുന്നവരല്ല. ഇക്കാലത്ത് ചിരിക്കും. ഞാനൊക്കെ വളർന്നു വന്ന കാലത്ത് ഒരു ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പല്ല് കാണിക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പറയും. ഇച്ചിരി ഒരു പല്ല് കണ്ടപ്പോൾ സ്റ്റുഡിയോക്കാരൻ പറയും, വായടച്ച് പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ വളർന്നപ്പോൾ എനിക്ക് ചിരിക്കാനേ അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു അതാ നല്ലതെന്ന്. അപ്പം എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചിരിക്കും, അല്ലയോ? വാട്സാപ്പ് കണ്ടാ ചിരിക്കുന്നത്. വാട്സാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. വാട്സാപ്പിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് തന്നെത്താൻ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. തന്നെത്താൻ. മക്കളെ അത് തെറ്റാ. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ചിരിക്കാൻ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചിരി കൊടുക്കാൻ പഠിക്കണം. ഇൻ്റർനെറ്റിലും വാട്സാപ്പിലും കാണുന്ന കോലാഹലങ്ങൾ മാത്രം കണ്ടിട്ട് ചിരിക്കാൻ പഠിക്കരുത്. ചിരിക്കാൻ ഒരു താലന്ത് നിനക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ചിരിക്കാൻ കഴിയത്തില്ല മക്കളെ. അതുകൊണ്ട് അത് താലന്തല്ലെന്ന് വിചാരിക്കരുത്. നടന്നു പോകുന്ന ഒരു മനുഷ്യനെ നീ ചിരിച്ചു കാണിച്ചാലും അത് അവന് പുതുജീവൻ കൊടുക്കും. നീ പോകുന്ന പോക്കിൻ ഒരു നല്ല ചിരി കൊടുക്ക്. ഗിവ് എ ഗുഡ് സ്മൈൽ. താലന്താണ്. ചിരിക്കാൻ വയ്യാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിരിമുറുക്കത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് കൊള്ളത്തില്ല, ഞാനാണ് നല്ലത്, എൻ്റേത് എന്ന് ചിന്തിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ചിരിക്കുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു കുഞ്ഞു ചിരിയിൽ കൂടാണെങ്കിൽ പോലും ആ താലന്ത് നിനക്ക് ഉണ്ടായിരിക്കാം. അത് കണ്ടുപിടിക്കുക. അതിൽ ദൈവം നിന്നെ വളർത്തും. അതിൽ കൂടെ ഒരു പക്ഷെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത പുതുമുഖങ്ങളിലേക്ക്, താലന്തുകളുടെ വർധനവിലേക്ക് ദൈവം നിന്നെ നടത്തും. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? അതിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലേ? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതിങ്ങ് കൊണ്ടുപോവാ. യു ഗിവ് ഇറ്റ് ടു ഗോഡ്. ദൈവത്തിന് അത് കൊടുക്ക്. ആദ്യമേ അത് തിരിച്ചറിയുക, അത് ദൈവത്തിന് കൊടുക്കുക. ദൈവം അതിനെ പരിപോഷിപ്പിക്കും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇതും കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു.
എന്നിട്ട് അവരെല്ലാവരും ഇരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് തമ്പുരാൻ അതെടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി, നുറുക്കി അവർ കൊണ്ടുവന്ന് വിളമ്പി. ആ വിളമ്പുന്ന സമയത്താണ് വർധനം ഉണ്ടായത്. When you trusted God with your talents and believe God, He can do. No doubt. സംശയമില്ല, ദൈവത്തിന് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ, ദൃഢനിശ്ചയത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ആ പ്രതിബിംബമാണ്, അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് കർത്താവ് പറഞ്ഞ് നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ കൊണ്ട് കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? വർദ്ധിച്ചത്. ആക്ട് ഓൺ വാട്ട് ഗോഡ് ഹാസ് ഗിവൺ യു. നിനക്ക് ദൈവം തന്നിട്ടുള്ളതിനെ, അതിനെ എടുത്ത് പ്രാവർത്തികമാക്കണം, അതിനെ ഉപയോഗിക്കണം. അതിനെ ഉപയോഗിക്കുമ്പോൾ ദൈവം അതിനെ നീ അറിയാതെ തന്നെ വർദ്ധിപ്പിക്കും. അല്ല അതെല്ലാം കൂടി ചുട്ടിക്കൂട്ടി പോക്കറ്റ് വെച്ചിട്ട് അയ്യോ എനിക്കൊന്നുമില്ലേ, അല്ലേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതല്ല ഇച്ചിരിയേ ഉള്ളേ, ലിറ്റിൽ, ഇറ്റ്സ് വെരി സ്മോൾ, ഒന്നുമില്ല, ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെടാനാണ്? ഞാനല്ലേ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ ആർക്ക് സന്തോഷം ഉണ്ടാകാനാണ്? ഞാൻ ആ ചിരിച്ച് കാണിക്കുന്ന വ്യക്തിയെ പോലും ആരും കാണുന്ന പോലും ഇല്ല, പിന്നെ ഞാൻ എന്തിനാ വെറുതെ എൻ്റെ സമയം കളയുന്നത്? അങ്ങനല്ല. നോ, യൂസ് ഇറ്റ്. അത് ഉപയോഗിക്ക്, അത് പ്രാവർത്തിക പദത്തിലാക്ക്. എന്തിനാ ഇത്ര മസിൽ പിടിച്ച് ചിരിക്കാതെയും വല്ലവനും കണ്ട ഒരു നല്ല ഒരു പ്രസന്ന മുഖം പോലും ഇല്ലാതെ നടക്കുന്നത്? ഫോർ വാട്ട്? ചിരിക്കേ, സന്തോഷിക്കേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, സെർവ് ദ ലോർഡ് വിത്ത് gladness, come before his presence with singing. ദൈവത്തെ സന്തോഷത്തോടെ സേവിക്കുക, അവൻ്റെ ആലയത്തിൽ സ്തുതികളോടുകൂടെ വരിക. ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇനിയിപ്പോൾ അറിയത്തില്ല ഇന്ന് ആരാ പ്രസംഗിക്കുന്നത്, എന്നോ ചെയ്യാനാ, മഴയുമുണ്ട്, ഇനിയിപ്പോൾ ഈ മഴ നിൽക്കുമോ, ഞാൻ ഇറങ്ങിപ്പോകുമ്പം മഴ കാണുമോ, അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ എനിക്ക് ആ ജോലി ചെയ്യാനുണ്ട്, ഈ ജോലി ചെയ്യാനുണ്ട്, എൻ്റെ പശു അതിനെ ഒന്ന് കുളിപ്പിക്കാനുണ്ട്, എങ്ങനാകുമോ? നമ്മൾ അങ്ങനെ ഒരു പ്രയോജനമില്ല. നീ നിന്നെ തന്നെ നശിപ്പിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സന്തോഷത്തോടെ വരണം. ആലയത്തിൽ വരുമ്പോഴേ തുള്ളിച്ചാടി ഞാൻ എൻ്റെ കർത്താവിനെ കാണാൻ പോവാണ്, ആ ദൈവത്തെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അനുഭവിക്കണം, ഇതെനിക്ക് ആയുസ്സിൽ കിട്ടുന്ന ഒരു അവസരമാണ്, പദവിയാണ്. അതായിരിക്കണം. എവറി ഡേ ഈസ് എ ന്യൂ ഡേ. എന്നിട്ട് അങ്ങോട്ട് പള്ളിയുടെ അവിടെ വന്ന് ഒന്ന് കുനിഞ്ഞ് ഒരു കുരിശം വരച്ച് എന്നിട്ട് പറയണം, തമ്പുരാനെ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പോകുകയാണ്, അങ്ങേ ഏകാഗ്രമാക്കി ആരാധിക്കുവാൻ എനിക്ക് കൃപ തരണം. കം ബിഫോർ ഹിസ് പ്രസൻസ് വിത്ത് സിംഗിങ്. അവിടെ വന്ന് ഇരിക്കുമ്പം പാടാനല്ല പറഞ്ഞേക്കുന്നത്, അതൊന്ന് ഉള്ളി കണ്ടിന്യൂവേഷൻ, അത് തുടർമാനമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്നേ ഉള്ളൂ. അവൻ്റെ ആലയത്തിൽ സ്തോത്രത്തോടെ വരിക, സ്തുതിയോടുകൂടെ വരിക, സന്തോഷത്തോടെ വരിക, ചിരിയോടുകൂടെ വരിക. നിന്റെ ഹൃദയം തുള്ളിച്ചാടട്ടെ. നീ ദൈവത്തെ പോലെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാകണം. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയും, അതുപോലെയുള്ള ക്രിസ്ത്യ ജീവിതമാകരുത്. അതാ ഇവിടെ പറയുന്നത്. ഉള്ളതെല്ലാം കൊടുക്ക്, നീ ഒന്നിനെയും കുറിച്ച് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നീ കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട് ഈ ലോകത്തിൽ തമ്പുരാൻ നല്ല പൊന്നുമ്മ തന്നിട്ട് ഇങ്ങോട്ട് വിട്ട ആളാണ്. ഓർക്കണം, നിങ്ങളുടെ നിറമോ, നിങ്ങളുടെ ഗുണമോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ കുലമോ ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടേക്കുന്നത്. അപ്പം എപ്പോഴും പൊന്നുമ്മ തന്ന നിങ്ങളെ നോക്കുന്നത്. ആ പൊന്നുമ്മ തരുന്ന തമ്പുരാൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ കർത്താവേ എന്നെ ബലപ്പെടുത്തണം. ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. അപ്പം ഉള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ലജ്ജിക്കാതെ കൊടുത്ത്, ഉള്ളതിനെ ചെറുതാണെങ്കിലും അതിനെ പ്രായോഗിക തലത്തിൽ ദൈവത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പ്രയോജനപ്പെടുത്തി ഉപയോഗിച്ച്
നമ്മൾ കർത്താവിൽ ശരണപ്പെടുമ്പോൾ നമ്മുടെ ആ ചെറുതിന്, നിസ്സാരമായതിന്, ഒന്നുമില്ലാത്തതിന്, ആ കുഞ്ഞ് ചെറിയ ഒരു വാക്ക്, ഒരു ചെറിയ ചിരി, അതിനെ വർദ്ധിപ്പിച്ച് ജനങ്ങളെ വിടുവിക്കും, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കും. നമുക്ക് കർത്താവിനെ പോലെ ജീവിക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാണ് മറ്റൊരു കാര്യം നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരെയും, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചുകാർ മാത്രമല്ല, കർത്താവിന് അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. ഹീസ് എ യൂണിവേഴ്സൽ ഗോഡ്. എല്ലാവരും കർത്താവിന് മക്കളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും ഞാൻ ഇച്ചിരും കൂടെ വിശുദ്ധനാണ്, വിശുദ്ധി മതിയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ ദൈവത്തെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളായിരിക്കണം, കരുതുന്ന ആളായിരിക്കണം. അല്ലാതെ അയ്യോ അവൻ എൻ്റെ അത്രയും പരിശുദ്ധനല്ലാത്ത പിച്ചേച്ചി, നോ 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 നോ, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഡോക്ട്രിൻ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ഉപദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ. അപ്പം നമുക്ക് എല്ലാവരെയും കരുതണം. ഞാൻ കർത്താവിനെ പോലെ വളരുന്നതനുസരിച്ച് മറ്റുള്ളവരെയും എന്നാലാവോളം ചേർത്ത് പിടിച്ച് അവരെ കൂടെ ഈ സഞ്ചാരപാതയിൽ, ഈ യാത്രയിൽ ഒത്തുചേർത്ത് ഒട്ടിപ്പിടിച്ച് മുകളിലേക്ക് പോവുക. ദാറ്റ് ഈസ് ദ ജേർണി വി ഓൾ നീഡ് ടു ഡു. അതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ യാത്ര. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ, വളരെ ഉത്സാഹത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ വളരെ അധികം ദൃഢനിശ്ചയത്തോടുകൂടെ ജീവിക്കുവാനും ഈ യാത്ര തുടരുവാനും അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും സർവകൃപാലുവായ ദൈവത്തിൻ്റെ ശക്തി, കരുണ നമ്മളിൽ ഉണ്ടാവട്ടെ. അതിനുള്ളതായ ദർശനവും കാഴ്ചപ്പാടും ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ നിറച്ച് ബലപ്പെടുത്തട്ടെ. അങ്ങനെ ഒരുമിച്ചൊരു വലിയ സമൂഹമായി, ഒരു സഭയായി, എല്ലായിടത്തും നമ്മളെ ആക്കിയിരിക്കുന്നിടത്തൊക്കെയും കുടുംബങ്ങളായി, ആളാമ്പ്രതിയായി, ഒരു വിശ്വാസ സമൂഹമായി എല്ലായിടങ്ങളിലും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായി, കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായി, കർത്താവിനെ പോലെ മറ്റുള്ളവരെ ആക്കുന്നവരായി, ആ വലിയ ദർശനത്തിലേക്ക് എല്ലാവരെയും വഴി നടത്തുന്നവരായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ധാരാളമായി പെരുകുമാറാകട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും ഈ ബലഹീനനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ, ജ്ഞാനം, കൃപ എന്നിലും പെരുകി ദൈവത്തെ പോലെ നിങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും സേവനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ച് എനിക്ക് തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ആമേൻ.